ഇപ്പൊ നമ്മളുള്ളത് കാശ്മീരിലെ ഏറ്റവും ഭംഗിയുള്ള താഴ്വാരമായ ദൂദ്പാത്രിയിലാണ്. പാലിന്റെ താഴ്വാരം എന്നാണ് ഈ പേരിന്റെ അർത്ഥം വരുന്നത്. ജമ്മു കാശ്മീരിലെ ബുദ്ഗാം ജില്ലയിലാണ് ഈ താഴ്വാരം സ്ഥിതി ചെയ്യുന്നത്. ഒരിക്കൽ സൂഫി സന്യാസിയായ ഷെയ്ഖ് നൂറുദ്ദീൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും തന്റെ വടികൊണ്ട് നിലത്തടിക്കുകയും ചെയ്തതിനാൽ വെള്ളത്തിന് പകരം പാൽ ഒഴുകിപ്പോയെന്നാണ് വിശ്വാസം. ഒരു വലിയ കാലയളവിൽ വിനോദസഞ്ചാരികൾക്ക് ഈ പ്രദേശത്തെക്കുറിച്ചുള്ള അറിവ് അജ്ഞാതമായിരുന്നു. ഈ അടുത്ത കാലത്താണ് ഈ പ്രദേശം പ്രശസ്തമായത്. ചരിത്രപരമായി പ്രാദേശിക ഇടയന്മാരുടെ ഒരു പ്രധാന മേച്ചിൽപ്പുറമായിരുന്നു ഈ പ്രദേശം. അപ്പൊ ഈ താഴ്വാരം കംപ്ലീറ്റ് സന്ദർശിക്കാൻ വേണ്ടി കുതിരപ്പുറത്താണ് പോകേണ്ടത്. ദൂദ്പാത്രിയിൽ എത്തിയ ശേഷം ഒരുപാട് കുതിരക്കാരെ കാണാം. ഇതിന് 500 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ 2 കുതിരയെ സെറ്റാക്കി നമ്മൾ ഈ താഴ്വാരം സന്ദർശിക്കാൻ വേണ്ടി യാത്ര ആരംഭിച്ചു. ചില പ്രദേശങ്ങളിൽ കോദ അല്ലെങ്കിൽ ദുങ്കകൾ എന്ന് വിളിക്കപ്പെടുന്ന കശ്മീരിന്റെ പരമ്പരാഗത മരക്കുടിലാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് പൈൻ മരങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് ഈട് നിൽക്കുന്നതും തണുപ്പിനെ പ്രതിരോധിക്കുന്നതുമാണ്. ചില കുടിലുകൾ ഇടയന്മാരും കർഷകരും സീസണൽ ഷെൽട്ടറുകളായി ഉപയോഗിക്കാറുണ്ട്. ഇത്തരം കുടിലുകളിൽ മഞ്ഞുകാലത്ത് ചൂട് നിലനിർത്താൻ ഇവർ പരമ്പരാഗതമായി ഉപയോഗിക്കുന്നത് ബുക്കാരി എന്ന് വിളിക്കപ്പെടുന്ന മരം കത്തിക്കുന്ന സ്റ്റൗ ആണ്. ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഈ കുതിരക്കാരന്റെ പേര് അഫാൻ അലി അഹമ്മദ് എന്നാണ്. പുള്ളിയാണ് നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നത്. മൂപ്പര വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവരുടെ ഒക്കെ ഒരു പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് കുതിരസവാരി തന്നെയാണ്. ഇപ്പൊ ഇങ്ങേര് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ശാലിഗംഗ നദി കാണിക്കാൻ വേണ്ടിയാണ്. ഈ നദിയാണ് സൂഫി സന്യാസിയായ ഷെയ്ഖ് നൂറുദ്ദീൻ വടികൊണ്ട് അടിച്ചപ്പോൾ ഒഴുകി വന്നത് എന്ന് പറയപ്പെടുന്നത്. വേനൽക്കാലത്ത് ഡെയ്സികൾ, ബട്ടർപൂക്കൾ തുടങ്ങിയ കാട്ടുപൂക്കൾ ഈ കാണുന്ന ശാലിഗംഗ നദിയിലൂടെ ഒഴുകാറുണ്ട്. അപ്പൊ നമ്മളെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, റൂട്ട് മാപ്പ് എന്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്ന്. അത് ഇതെല്ലാം കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ഒറ്റ എപ്പിസോഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മുടെ ഒപ്പമുള്ള ഈ കുതിരന്റെ ആള് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ നദിയിൽ ഇറങ്ങി ഒന്ന് എക്സ്പ്ലോർ ഒക്കെ ചെയ്തോ, നമ്മൾ വേണമെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്യാന്ന്. ഇവിടുത്തെ വിശ്വാസം പോലെ ഇത് ലോങ് എന്ന് കാണുന്ന സമയത്ത് പാലൊഴുകുന്നത് പോലത്തെ ഒരു ഫീൽ ഉണ്ട്. പക്ഷെ അടുത്തുനിന്ന് കാണുന്ന സമയത്ത് സാധാരണ വെള്ളം പോലെയാണ്. ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് പല മണ്ടന്മാരും കശ്മീരിനെ മണാലി ആയിട്ടാണ് കമ്പയർ ചെയ്യല്. ഇതൊരു തെറ്റായ താരതമ്യപ്പെടുത്തലാണ്. മണാലിയൊക്കെ നമുക്ക് 2 ദിവസം 3 ദിവസം കൊണ്ട് മാക്സിമം കണ്ടു തീർക്കാവുന്നതാണ്. എന്നാൽ കാശ്മീരിന്റെ കേസ് അങ്ങനെയല്ല. കാശ്മീർ കംപ്ലീറ്റ് കാണാൻ മിനിമം ഒരു 15 ഡേയ്സ് എങ്കിലും വേണം. ഐ റിപ്പീറ്റ്, കാശ്മീർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മണാലി നിങ്ങൾ എക്സൈറ്റ് ചെയ്യിക്കൂല. അതുകൊണ്ട് ആദ്യം മണാലി കണ്ടതിന് ശേഷം പിന്നീട് കാശ്മീർ കാണുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു എൻഡിങ് പോയിന്റ് എന്ന് പറയുന്നത്. ഇതിന് ശേഷം നമ്മൾ എവിടെയാണോ പിക്ക് ചെയ്ത് അവിടെ ഇവര് നമ്മളെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യും. അപ്പൊ ഞാനിനി അധികം വെറുപ്പിക്കുന്നില്ല, ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.